ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സബ് ഓർഡർ ഹെറ്ററോപ്റ്ററയെ കുറിച്ചാണ്. അപ്പം സബ് ഓർഡർ ഹെറ്ററോപ്റ്ററ എന്ന് പറയുന്നത് ഓർഡർ ഹെമിപ്റ്ററയിൽ വരുന്നതാണ്. അപ്പോൾ ഹെമിപ്റ്ററ എന്ന് പറയുന്ന ഓർഡർ രണ്ട് സബ് ഓർഡേഴ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹെറ്ററോപ്റ്ററ, രണ്ടാമത്തേത് ഹോമോപ്റ്ററ. അപ്പം അത് തമ്മിലുള്ള ഡിഫറൻസ്, അത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹെറ്ററോപ്റ്ററ ആൻഡ് ഹോമോപ്റ്ററ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സബ് ഓർഡർ ഹെറ്ററോപ്റ്ററയിൽ ഏതൊക്കെ മേജർ ഫാമിലീസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫാമിലീസ് ഓഫ് സബ് ഓർഡർ ഹെറ്ററോപ്റ്ററേനെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം ഇത് സബ് ഓർഡർ ഹെറ്ററോപ്റ്ററയുടെ ജനറൽ ക്യാരക്ടേഴ്സാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒന്നും കൂടി പറയാം. ഹെറ്ററോ മീൻസ് ഡിഫറെൻറ്റ്. അപ്പം ഹെറ്ററോപ്റ്ററ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഡിഫറെൻറ്റ് വിങ്സ്, അതായത് ഫോർ വിങ്സും ഹൈൻഡ് വിങ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ ഹെറ്ററോപ്റ്ററ എന്ന് പറയുന്നത്. ദ ഹെഡ് ഈസ് പോറക്റ്റ്. പോറക്റ്റ് എന്ന് വെച്ചാൽ ബോഡിയോട് ഹൊറിസോണ്ടൽ ആയിരിക്കും ഹെഡ് ഉണ്ടാവുന്നത്. ദെൻ ദ വിങ്സ് ആർ ഫോൾഡിങ് ഫ്ലാറ്റ് ഓവർ ദ അബ്ഡോമൻ. ഫോർ വിങ്സ് സ്ക്ലെററ്റൈസ്ഡ് ബേസ്ലി ആൻഡ് മെംബ്രേനിയസ് എപ്പിക്കലി. അതാണ് ഹെം എലൈട്ര. അപ്പം ഇവരുടെ ചിറക് എന്ന് പറയുന്നത്, ഫോർ വിങ്സ് എന്ന് പറയുന്നത് ഹെം എലൈട്ര ആയിരിക്കും. ദെൻ ദർ പൊർണോട്ടം ഇസ് ലാർജ്, സ്ക്യൂട്ടല്ലം ഇസ് വെൽ ഡെവലപ്ഡ്. ടാർസെ ഈസ് 3 segmented. ലെഗിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റായ ടാർസസ് എന്ന് പറയുന്നത് 3 segmented ആയിരിക്കും. സോ പ്രൊനോട്ടം ലാർജ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ സെൻറ്റ് ഗ്ലാൻസ് ഉണ്ടാവും. സെൻറ്റ് ഗ്ലാൻസിൻ്റെ മറ്റൊരു പേരാണ് റിപ്പഗ്നാറ്റോറിയൽ ഗ്ലാൻസ്. അത് കാണുന്നത് അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വെൻട്രോലാറ്ററലി ഓൺ ദി മെറ്റാതൊറാക്സ്. മെറ്റാതൊറാക്സിൽ വെൻട്രോലാറ്ററൽ ആയിട്ടായിരിക്കും ഈ സെൻറ്റ് ഗ്ലാൻസിൻ്റെ ഓപ്പണിംഗ് കാണുന്നത്. ആൻഡ് ദർ മെറ്റമോർഫോസിസ് ഇസ് ഇൻകംപ്ലീറ്റ് മെറ്റമോർഫോസിസ് ആയിരിക്കും. ദേ ഹാവ് ഗ്രാജുവൽ മെറ്റമോർഫോസിസ്. ഓക്കെ, ഇപ്പം ഇത്രയാണ് സബ് ഓർഡർ ഹെറ്ററോപ്റ്ററയുടെ ജനറൽ ക്യാരക്ടേഴ്സായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് കമ്മിങ് ടു ദി ഹെം എലൈട്ര. ഇതാണ് ഒരു ഹെം എലൈട്രയുടെ സ്ട്രക്ചർ. താഴെ കൊടുത്തിരിക്കുന്ന ഇതാണ് ഹെം എലൈട്രയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഹെം എലൈട്രയുടെ ആദ്യത്തെ പോർഷൻ, ബേസൽ പോർഷൻ എന്ന് പറയുന്നത് ഹാർഡായിരിക്കും. താഴത്തെ എപ്പിക്കൽ പോർഷൻ എന്തായിരിക്കും? മെംബ്രേനിയസ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഹാർഡ് സ്ട്രക്ചർ ഉണ്ടല്ലോ, ഹാർഡൻ പോർഷൻ, ഈ പോർഷനെ നമുക്ക് പല റീജിയൻസ് ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. നമ്മൾ വിങ്സിൻ്റെ റീജിയൻസ് പഠിച്ചില്ലായിരുന്നോ, അതുപോലെ ഇതിനും കുറച്ച് റീജിയൻസ് ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. സോ ഇതിൻ്റെ ബൾക്ക് ഓഫ് ദി ഏരിയ എന്ന് പറയുന്നത് കോറിയം എന്നാണ്. CORIUM, കോറിയം. ദെൻ ഈ ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്ലാവസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാവസും ഉണ്ടാവും, കോറിയം ഉണ്ടാവും. ദെൻ ഈ കോറിയം തന്നെ നമുക്ക് അതായത് ബോഡിയോട് അറ്റാച്ച് ചെയ്യുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ചിറക് ചെന്ന് ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്ന ഈ പോർഷനെ എംപോറിയം എന്നും പറയും. അങ്ങനെ പല റീജിയൻസ് ആയിട്ട് നമുക്ക് ഹെം എലൈട്രയുടെ 4 പോർഷൻ, അതായത് ഹാർഡ് പോർഷനെ ക്ലാസിഫൈ ചെയ്യാൻ റീജിയൻസ് ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് ഐസ് ഉണ്ട്. ദെൻ ദേ ഹാവ് ഓസലൈ. പിന്നെ റോസ്ട്രം എന്ന് പറയുന്നത് 4 ലെഗിൻ്റെ ഇടയിൽ മടക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയാണ് സബ് ഓർഡർ ഹെറ്ററോപ്റ്ററയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ആയിട്ട് ഉള്ളത്. ഇനി കമ്മിങ് ടു ദ മേജർ ഫാമിലീസ് ഓഫ് സബ് ഓർഡർ ഹെറ്ററോപ്റ്ററ. അതിൽ ഫസ്റ്റ് ഫാമിലിയാണ് ഫാമിലി ജെറിഡേ, വിച്ച് ഈസ് ദ ഫാമിലി ഓഫ് ദി പോണ്ട് സ്കേറ്റേഴ്സ്. പോണ്ട് സ്കേറ്റർ എന്നാണ് ഈ ഇൻസെക്റ്റിൻ്റെ ജനറൽ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, പോണ്ട് സ്കേറ്റർ. ദേ ആർ മോഡറേറ്റ്ലി ലാർജ്, യൂഷ്വലി സ്ലെൻഡർ ഇൻസെക്ട്സ്. ദേ ഹാവ് മോഡറേറ്റ്ലി ലാർജ് ആയിരിക്കും. ലാർജ് ഇൻസെക്ട്സ് ആണ്, ബട്ട് സ്ലെൻഡർ ആയിരിക്കും, മെലിഞ്ഞ ഇൻസെക്ട്സ് ആയിരിക്കും ഈ ജെറിഡേ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തോട്ടിലും അല്ലാതെ വാട്ടർ ബോഡീസിലൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം. നാച്ചുറൽ വാട്ടർ ബോഡീസിലെല്ലാം തന്നെയും ഈ ഒരു ഇൻസെക്റ്റിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ദേ ആർ സെമി അക്വാട്ടിക് ഇൻസെക്ട്സ് ആയിരിക്കും. ആൻഡ് ദർ കോക്സേ ഈസ് റൊട്ടേറ്ററി. കോക്സേ എന്ന് പറയുന്നത് ലെഗിനെ ബോഡിയോട് ചേർക്കുന്ന സെഗ്മെൻ്റാണ് എൻ്റെ കോക്സേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ കോക്സേ എന്ന് പറയുന്നത് ഇവരുടേത് റൊട്ടേറ്ററി ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ ഫ്രണ്ട് ലെഗ്സ് ആർ ഷോർട്ട്. അവർക്ക് 3 pairs ഓഫ് ലെഗ്സ് ഉണ്ട്. അതിൽ 4 legs എന്ന് പറയുന്നത് ഷോർട്ട് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് റാപ്റ്റോറിയൽ. ഓക്കെ, 4 legs are short and raptorial and they are meant to catch the prey. അവരുടെ
ഈ വെള്ളത്തിൽ വീഴുന്ന ഇൻസെക്ട്സിനെയാണ് ഇവർ ഭക്ഷണമായി കഴിക്കുന്നത്. അപ്പോൾ ആ ഇൻസെക്ട്സിനെ ക്യാച്ച് ചെയ്യാനുള്ള റാപ്റ്റോറിയൽ ലെഗ്സ് ആണ് ആർക്കുള്ളത്? പോണ്ട് സ്കേറ്റേഴ്സിന് ഉള്ളത്. അപ്പോൾ 4 legs ആർ മോഡിഫൈഡ് ടു raptorial legs for catching the prey. Okay, then mid legs and hind legs are usually elongate. Okay, അത് നീളം കൂടിയതായിരിക്കും. ആൻഡ് മിഡ് ലെഗ്സ് ആർ യൂസ്ഡ് ഫോർ പുഷിങ്, ഹൈൻഡ് ലെഗ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റിയറിങ്. ഓക്കെ, അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ ഇതിങ്ങനെ പൊങ്ങിയായിരിക്കുമല്ലോ കിടക്കുന്നത്. അപ്പം ഇതിന് വെള്ളത്തിൽ മുൻപോട്ട് പോകാനായിട്ട് ഉപയോഗിക്കുന്നത് മിഡിൽ ലെഗ്സ് ആണ്. അതേസമയം അവർക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം എങ്കിൽ അതാണ് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിയർ ചെയ്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദേ വിൽ ബി യൂസിങ് ദി ഹൈൻഡ് ലെഗ്സ്. ഓക്കെ, അപ്പോൾ മിഡിൽ ലെഗ്സ് ആർ യൂസ്ഡ് ഫോർ പുഷിങ് ആൻഡ് ഹൈൻഡ് ലെഗ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റിയറിംഗ്. ഓക്കെ, then the tarsi are clothed with the fine hairs and are difficult to wet, so they can skate around the surface of the water. അപ്പം ഇവരുടെ ടാർസൈ എന്ന് പറയുന്നത് ഈ പോർഷൻ. ഓക്കെ, ഈ ഒരു ലെങ്തി പോർഷനാണ് ടാർസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ടാർസൈ എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. ഫൈൻ ക്ലോത്ത്സ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലോത്ത്സ് ആർ വെരി ഹാർഡ് ടു വെറ്റ്. ഹെയർസ് ആർ വെരി ഹാർഡ് ടു വെറ്റ്. സോ അതുകൊണ്ടാണ് ഇവർക്ക് ആ ബോയിൻ ഫോഴ്സ് വെച്ച് മുകളിൽ പൊങ്ങിക്കിടക്കാനായിട്ട് പറ്റുന്നത്. Okay, then hind femora is extending beyond the apex of the abdomen. The hind femora എന്ന് പറയുന്നത് കോക്സേ, പിന്നെ കോക്സേ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഫെമർ എന്ന് പറയുന്നത്. അപ്പോൾ ഫീമർ എന്ന് പറയുന്നത് ഇവിടെ നോക്കി നിങ്ങൾക്കറിയാം, അബ്ഡോമിനേക്കാളും നീളത്തിലാണ് ഇവരുടെ ഫീമർ കാണുന്നത്, ഹൈൻഡ് ഫീമർ. ഓക്കെ, അബ്ഡോമിനേക്കാളും നീളത്തിലായിരിക്കും ഇവരുടെ ഫീമർ കാണുന്നത്. സോ ലോങ് ആയിരിക്കും ആൻഡ് അബ്ഡോമിനെ ബിയോണ്ട് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ദേ ഫീഡ് ഓൺ ദി ഇൻസെക്ട്സ് ഫാളിങ് ഓൺ ദി വാട്ടർ സർഫേസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫാമിലി ജെറിഡയുടെ ക്യാരക്ടേഴ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ഫാമിലി ജെറിഡെ എന്ന് പറയുന്നത് പോണ്ട് സ്കേറ്റേഴ്സിൻ്റെ ഫാമിലിയാണ് ഫാമിലി ജെറിഡെ. ദേ ആർ സെമി അക്വാട്ടിക് ഇൻസെക്ട്സ്. ദർ ഫ്രണ്ട് ലെഗ്സ് ആർ ഷോർട്ട് ആൻഡ് റാപ്റ്റോറിയൽ ടു ക്യാച്ച് ദി പ്രേ. Then mid legs and hind legs are elongate. Mid legs are used for pushing in the water and hind legs are used for steering. Okay, അപ്പോൾ അത്രയും ഓർത്തിരിച്ചിരിക്കുക. Next important family is the family Reduvidae. Reduvidae is the family of assassin bugs അല്ലെങ്കിൽ kissing bugs. അസാസിൻ ബഗ്സ് അല്ലെങ്കിൽ കിസ്സിംഗ് ബഗ്സ് എന്നാണ് അവരുടെ കോമൺ നെയിം. ദേ ആർ പ്രിഡേഷ്യസ് ഇൻസെക്ട്സ്. പ്രിഡേഷ്യസ് ആയിട്ടുള്ള ഇൻസെക്ട്സ് ആയിരിക്കും. ദർ റോസ്ട്രം ഇസ് പോയിൻറ്റഡ്. ഇങ്ങനെയുള്ള ഇൻസെക്ട്സ്, ഈ ഒരു ഇൻസെക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ പറമ്പിൽ ഒക്കെ കാണുന്ന ഒരു ഇൻസെക്റ്റാണ്. അപ്പം ഇത് പ്രിഡേഷ്യസ് ഇൻസെക്റ്റാണ്, പെസ്റ്റ് അല്ല, പ്രിഡേഷ്യസ് ആയിട്ടുള്ള ഇൻസെക്റ്റാണ്. ഓക്കെ, അവരുടെ റോസ്ട്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം, റോസ്ട്രം ഇസ് പോയിൻറ്റഡ് ഷോർട്ട് ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് പോയിൻറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് 3 segmented. 3 segments ആയിരിക്കും ഉള്ളത്, 1, 2 and 3. The rostrum is short, pointed and 3 segmented. The head is elongated and narrow. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഹെഡ് ഇലോങ്ങേറ്റഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് നാരോ. ബോഡിയെ കമ്പയർ ചെയ്യുമ്പോൾ ഹെഡ് വളരെ നാരോ ആണ്. Then there is a neck-like region in between the head and the thorax. ഈ കാണുന്നതാണ് നെക്ക് ലൈക്ക് റീജിയൻ. അപ്പം ഹെഡിനും തൊറാക്സിനും ഇടയിലൊരു നെക്ക് ലൈക്ക് റീജിയൻ നമുക്ക് ഈ അസാസിൻ ബഗ്സിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ദ അബ്ഡോമൻ ഇസ് ബ്രോഡ് ആൻഡ് ദ മാർജിൻസ് ഓഫ് അബ്ഡോമൻ ഇസ് എക്സ്പോസ്ഡ് ബിയോണ്ട് ദ വിങ്സ്. അബ്ഡോമൻ എന്ന് പറയുന്നത് ബ്രോഡായിരിക്കും ആൻഡ് ദ അബ്ഡോമൻ്റെ മാർജിൻ, സാധാരണഗതിയിൽ നമ്മൾ ഇൻസെക്ട്സിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ അബ്ഡോമനെ കവർ ചെയ്തുകൊണ്ടായിരിക്കും ഇൻസെക്ട്സിൻ്റെ വിങ്സ്, അതായത് റസ്റ്റിംഗ് സ്റ്റേജിൽ ഇൻസെക്ട്സിൻ്റെ വിങ്സ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അബ്ഡോമനെ കവർ ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷേ ഈ റെഡുവിഡ് ബഗ്സിൻ്റെ കേസസിൽ അവരുടെ അബ്ഡോമൻ്റെ മാർജിൻസ് ചിറക് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഭാഗത്ത് നമുക്ക് അബ്ഡോമൻ കാണാനായിട്ട് പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അബ്ഡോമൻ ഈസ് ബ്രോഡ് ആൻഡ് ദ മാർജിൻസ് ഓഫ് ദി അബ്ഡോമൻ ഈസ് എക്സ്പോസ്ഡ് ബിയോണ്ട് ദ വിങ്സ്. വിങ്സ് മടക്കി റെസ്റ്റിംഗ് സ്റ്റേജിൽ വെച്ച് കഴിഞ്ഞ് നമുക്ക് ബോഡിയിൽ അബ്ഡോമൻ കാണാനായിട്ട് പറ്റും. ദെൻ എക്സാമ്പിൾ പ്ലാറ്റിമെറിസ് ലെവികോണസ്. അപ്പം റെഡുവിഡ് ബഗിന് ഒരു എക്സാമ്പിളാണ് പ്ലാറ്റിമെറിസ് ലെവികോണസ്. ഈ സയൻറ്റിഫിക് നെയിംസ് നിങ്ങൾ ടെക്സ്റ്റിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പഠിക്കണം. കാരണം
നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളോട് ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതാൻ, അതായത് ഫാമിലി ക്യാരക്ടേഴ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് എഴുതി ലാസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം പ്ലാറ്റിമേറിസ് ലെവിക്കോളസ്, പ്ലാറ്റിമേറിസ് ലെവിക്കോളസ് എന്ന് പറയുന്ന റെഡുവിഡ് ബഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിഡേറ്റർ ഓഫ് കോക്കനട്ട് റൈനോസറസ് ബീറ്റൽ. അപ്പം നമുക്കത് ബെനഫിഷ്യൽ ആയിട്ടുള്ളൊരു ഇൻസെക്റ്റാണ്. അത് പ്ലാറ്റിമേറിസ് ലെവിക്കോളസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബെനഫിഷ്യൽ ഇൻസെക്ട്സ് ആണ്. ബിക്കോസ് കോക്കനട്ട് റൈനോസറസ് ബീറ്റൽ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പെസ്റ്റ് ഓഫ് കോക്കനട്ട്. അപ്പോൾ കോക്കനട്ടിൻ്റെ റൈനോസറസ് ബീറ്റലിൻ്റെ പ്രിഡേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കത് ബെനഫിഷ്യലാണ്. ഓക്കെ, നെക്സ്റ്റ് വേറെ 2 സ്പീഷീസാണ് ട്രയാഡമ സ്പീഷീസ് ആൻഡ് ദി റോഡ്നിയസ് പ്രോലെക്സിസ്. അപ്പം ഇവർ 2 പേരെന്ന് പറഞ്ഞാൽ നമുക്ക് ബെനഫിഷ്യൽ അല്ല, ഹാംഫുൾ ആയിട്ടുള്ള ഇൻസെക്ട്സ് ആണ്. അത് സെയിം ഫാമിലിയിൽ വരുന്നത് നോക്കണം. അപ്പോൾ ഈ റെഡുവിഡിൻ്റെ ഫാമിലിയിൽ തന്നെ നമുക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദേ ആർ വെക്ടേഴ്സ് ഓഫ് ചാഗാസ് ഡിസീസ് കോസ്ഡ് ബൈ ട്രൈപ്പനോസോമ ക്രൂസി. അപ്പം ചാഗാസ് ഡിസീസ് എന്ന് പറയുന്നത് ഈ ട്രൈപ്പനോസോമ ക്രൂസി എന്ന് പറയുന്ന ഓർഗാനിസമാണ്, മൈക്രോ ഓർഗാനിസമാണ് കോസ് ചെയ്യുന്നത്. വെക്ടർ എന്ന് പറഞ്ഞാൽ ദേ എന്ത് ചെയ്യും, ഈ റോഡ്നിയസ് പ്രോലിക്സസ് ഇവരെ ട്രാൻസ്ഫർ ചെയ്യും. അതായത് നമ്മുടെ മോസ്കിറ്റോ ഡെങ്കിപ്പനി പരത്തും എന്ന് പറയത്തില്ലേ, അതുപോലെ ഈ ട്രൈപ്പനോസോമിയാസിസ് എന്ന് പറയുന്ന ഡിസീസ് പരത്തുന്ന ആളാണ് റോഡ്നിയസ് പ്രോലിക്സിസ്. ഓക്കെ, അപ്പോൾ അതാണ് ഫാമിലി റെഡുവിഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാമിലി ഓഫ് അസാസിൻ ബഗ്സ് അല്ലെങ്കിൽ കിസ്സിംഗ് ബഗ്സ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാമിലി ഈസ് ദി ഫാമിലി സിമിസിഡേ വിച്ച് ഈസ് ദ ഫാമിലി ഓഫ് ബെഡ് ബഗ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ബെഡ് ബഗ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇൻസെക്റ്റാണ്. It is oval, flattened insects with a very short hem elytra. ഈ താഴെ കൊടുത്തതിന് പിക്ചറിൽ കാണുന്നതാണ് ഈ ബെഡ് ബഗ് എന്ന് പറയുന്നത്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇൻസെക്റ്റാണ്. അവരുടെ ബോഡി എന്ന് പറയുന്നത് ഓവൽ ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് ഫ്ലാറ്റഡ് വിത്ത് എ വെരി ഷോർട്ട് ഹെം എലൈട്ര. അവരുടെ ഹെം എലൈട്ര എന്ന് പറയുന്നത് സ്കെയിൽ ലൈക്ക് ആയിരിക്കും, അത് വളരെ ചെറുതായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ഫങ്ഷണൽ ആവില്ല. ഓക്കെ, ആൻഡ് ദ റോസ്ട്രം ഈസ് ലൈയിങ് ഇൻ എ ഗ്രൂവ്. റോസ്ട്രം എന്ന് പറയുന്നത് ബോഡിയിൽ ഒരു ഗ്രൂവിലായിരിക്കും കാണുന്നത്. ഹെം എലൈട്ര ഈസ് സ്കെയിൽ ലൈക്ക് ആൻഡ് ദ ഹൈൻഡ് വിങ്സ് ആർ ആട്രോഫൈഡ്. അപ്പം 2 വിങ്സ്, അതായത് 4 വിങ്സ് എന്ന് പറയുന്നതാണ് ഹെം എലൈട്ര. ഹെം എലൈട്രയും ഫങ്ഷണൽ അല്ല, ഹൈൻഡ് വിങ്സും അവർക്ക് ഫങ്ഷണൽ അല്ല. അപ്പോൾ അവർക്ക് പറക്കാനായിട്ട് പറ്റില്ല, ബെഡ് ബഗ്സിന് പറക്കാൻ പറ്റില്ല. സ്റ്റിംഗ് ഗ്ലാൻസ് ആർ ഓൺ ദി ഡോർസൽ സർഫസ് ഓഫ് ദി ഫസ്റ്റ് 3 അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ്. ഇവർക്കും സ്റ്റിംഗ് ഗ്ലാൻസ് ഉണ്ട്. സ്റ്റിംഗ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഫൗൾ സ്മെൽ, സെൻറ്റ് ഗ്ലാൻസ് ആണ് സ്റ്റിംഗ് ഗ്ലാൻസ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി ഡോർസൽ സർഫസ് ഓഫ് ദി 3 അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ്. ഫസ്റ്റ് 3 അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സിലായിരിക്കും ഈ സെൻറ്റ് ഗ്ലാൻസ് കാണുന്നത്. ദെൻ they have ഹീമോസീലിക് ഇൻസെമിനേഷൻ. അവരുടെ റീപ്രൊഡക്റ്റീവ് മെക്കാനിസം എന്ന് പറയുന്നതാണ് ഹീമോസീലിക് ഇൻസെമിനേഷൻ. എന്ന് പറഞ്ഞാൽ ഈ മെയിൽ ബെഡ് ബഗ്സ് സ്പേംസ് ഫീമെയിൽസിൻ്റെ ഇൻറ്റഗ്മെൻറ്റിലേക്ക്, അതായത് ഹീമോസീലിലേക്കായിരിക്കും ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്പേം ഡയറക്റ്റ്ലി ഫീമെയിൽസിൻ്റെ ഹീമോസീലിലേക്കാണ് ഇൻറ്റഗ്മെൻറ്റ് പിയേഴ്സ് ചെയ്ത് ഹീമോസീലിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പം സ്പേംസ് അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പം ഇവർക്ക് യങ് വൺസ് ഡെവലപ്പ് ചെയ്യുന്നത് ഫീമെയിൽസിൻ്റെ ബോഡിയിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഹീമോസിലിക് ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ബെഡ് ബഗ്സ് ഫീമെയിൽ ബെഡ് ബഗ്സിൻ്റെ ഇൻറ്റഗ്മെൻറ്റ് പിയേഴ്സ് ചെയ്തിട്ട് അവർ സ്പേമിനെ ഫീമെയിൽസിൻ്റെ ഹീമോസീലിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഇൻസെമിനേഷന് വരുന്ന പേരാണ് ഹീമോസീലിക് ഇൻസെമിനേഷൻ. കാരണം ഹീമോസീലിലേക്കാണ് സ്പേമിനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഹീമോസീലിക് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, they hide in the crevices of beds, furnitures, etc. during the day and emerge at the night to seek a blood meal. ഓക്കെ, അങ്ങനെ നമുക്കറിയാം പകൽ സമയങ്ങളിൽ ബെഡിൻ്റെയും ഫർണിച്ചറിൻ്റെയും ഒക്കെ ക്രെവിസസിലും ക്രാക്കിലും ഒക്കെ ഒളിച്ചിരുന്നിട്ട് രാത്രിയാണ് അവർ ബ്ലഡ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരുന്നത്. ദേ ആർ എക്ടോപാരസൈറ്റ്സ് ഓഫ് മാമൽസ് ആൻഡ് ബേർഡ്സ്. എക്സാമ്പിൾ സിമക്സ് ലെറ്റുലാറിസ് ആൻഡ് സിമക്സ് ഹെമിപ്റ്ററസ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് സിമിസിഡേ എന്ന് പറയുന്ന ഫാമിലിയെക്കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. നെക്സ്റ്റ്, കമ്മിങ് ടു ദി ഇമ്പോർട്ടൻറ്റ് ഫാമിലി വിച്ച് ഈസ് ഫാമിലി ടിഞ്ചിഡേ.
Tingidae is the family of lace bugs. Lace bugs. Their forewings have lace-like markings, densely reticulate raised wing venation. ഇതാണ് ലേസ് ബഗ് എന്ന് പറയുന്ന ബഗ്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പെസ്റ്റ് ഓഫ് ബ്രിഞ്ചോൾ. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലേസ് ബഗ്സ് എന്ന് പറയാൻ കാരണം അവരുടെ ബോഡിയിൽ ഫുള്ള് ലേസ് ലൈക്ക് മാർക്കിങ്സ് ഉണ്ടാവും. ആൻഡ് ദ വിങ്സ് എന്ന് പറയുന്നത് ഹാവ് റേസ്ഡ് വീനേഷൻ. വിങ്സിൽ റേസ്ഡ് വീനേഷനാണ് കാണുന്നത്. ഓക്കെ, ദ ആൻറ്റിനി വിത്ത് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെഗ്മെൻറ്റ്സ് ഷോർട്ട്. ആദ്യത്തെ 2 സെഗ്മെൻറ്റ്സ് ഷോർട്ട് ആയിരിക്കും. ആൻഡ് തേർഡ് സെഗ്മെൻറ്റ് ഇസ് ദ ലോങ്ങസ്റ്റ്. ദ റോസ്ട്രം ഇസ് 4 segmented. റോസ്ട്രം 4 segmented ആയിരിക്കും. Then pronotum is extended posteriorly to cover the scutellum and clavis. അതായത് ഇവർക്ക് സ്ക്യൂട്ടെല്ലം ക്ലിയർലി വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ പ്രോനോട്ടം സ്ക്യൂട്ടെല്ലത്തിലേക്ക് എന്ത് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. പ്രോനോട്ടം സ്ക്യൂട്ടെല്ലത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. Then their nymphs differ from the adults. They secrete honeydew. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. കാരണം നമ്മൾ ഹെറ്ററോപ്റ്ററയും ഹോമോപ്റ്ററയും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചപ്പം പറഞ്ഞായിരുന്നു, ഹെറ്ററോപ്റ്ററയിൽ ഹണിഡ്യൂ സെക്രീഷൻ അൺകോമൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺകോമൺ എന്ന് പറഞ്ഞാൽ അവർ വളരെ റെയർ ആയിട്ടേ ഹണിഡ്യൂ സെക്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഹണിഡ്യൂ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹെറ്ററോപ്റ്ററൻ ഫാമിലിയാണ് ആര്, ടിഞ്ചിഡേ. അപ്പോൾ ഇതൊരു എക്സെപ്ഷണലാണ്. ഹെറ്ററോപ്റ്ററൻ ഫാമിലിയുടെ ജനറൽ ക്യാരക്ടേഴ്സിൽ നിന്നും ഒരു എക്സെപ്ഷനാണ് ഫാമിലി ടിഞ്ചിഡേ, ബിക്കോസ് ദേ സെക്രീറ്റ് ദി honeydew. Example, banana lace bug, which is Stephanitis typicus. Stephanitis typicus. ഈ Stephanitis typicus തന്നെ നമ്മുടെ കോക്കനട്ടിനെയും ഇൻഫെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബനാനേനെയും കോക്കനട്ടിനെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പെസ്റ്റാണ് സ്റ്റെഫാനിറ്റിസ് ടിപ്പിക്കസ്. ഓക്കെ, ഇതിൻ്റെ ഈ ടിഞ്ചിഡയുടെ ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് പെസ്റ്റാണ്. മേജർ പെസ്റ്റ് ഓഫ് ബ്രിഞ്ചോൾ, ബിക്കോസ് ബോത്ത് നിംസ് ആൻഡ് ദ അഡൽട്സ്, നിംസും അഡൽട്സും ലീവ്സിൽ നിന്നും എന്ത് ചെയ്യും, പ്ലാന്റ് സാപ്പ് സക്ക് ചെയ്തെടുക്കും. ഓക്കെ, അങ്ങനെ ലീവ്സിൽ സ്പോട്ടഡ് അപ്പിയറൻസ്, ബ്ലാക്ക് കളർഡ് സ്പോട്ടഡ് അപ്പിയറൻസ് ഉണ്ടാവും ബിക്കോസ് ഓഫ് ദ ഫാമിലി ടിഞ്ചിഡേ. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു ദി ഫാമിലി മിറിഡേ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ഫാമിലി ജെറിഡേ, ദെൻ കമ്മിങ് ടു റെഡൂവിഡേ, തേർഡ് സിമിസിഡേ, ഫോർത്ത് ടിഞ്ചിഡേ ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ദി മിറിഡേ. മിറിഡേ ഈസ് ദി ഫാമിലി ഓഫ് പ്ലാന്റ് ബഗ്സ്. പ്ലാന്റ് ബഗ്സിൻ്റെ ഫാമിലിയാണ് ഫാമിലി മിറിഡേ. ദ ഓസലൈ ഈസ് ആബ്സെൻറ്റ്. റോസ്ട്രം ആൻഡ് ദ ആൻറ്റിനി ആർ 4 segmented. റോസ്ട്രവും ആൻറ്റിനിയും 4 segmented ആയിരിക്കും. ക്യൂനിയസ് ഇസ് പ്രസൻറ്റ്. അതിൻ്റെ ഹെമ്മലൈട്രയിൽ ക്യൂനിയസ് എന്ന് പറയുന്നൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആൻഡ് മെംബ്രെയിൻ വിത്ത് 1 or 2 ക്ലോസ്ഡ് സെൽസ്. അപ്പം ഈ മെംബ്രെയിനിയസ് ആയിട്ടുള്ള ഈ വിങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോയിന്റ് ഇത് കണ്ടോ, ഇതാണ് വിങ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇവരുടെ ഹെമ്മലൈട്രയാണ്. ഫോർവിങ് എന്ന് പറയുന്നത് ഹെമ്മലൈട്രയാണ്. ബാക്കി അപ്പോൾ ഹെമ്മലൈട്രയുടെ പകുതി പോർഷൻ എന്ന് പറയുന്നത് ഹാർഡ് സ്ട്രക്ചർ ആയിരിക്കും, താഴെയുള്ള പോർഷൻ മെംബ്രെയിനീസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ 2 ക്ലോസ്ഡ് സെൽസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ചിറകിൽ 2 ക്ലോസിങ്സ് കാണാൻ പറ്റും. ഇതിനെയാണ് മെംബ്രെയിൻ വിത്ത് 1 or 2 ക്ലോസ്ഡ് സെൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ വിങ്സ് ആർ ടിൽറ്റഡ് ഡൗൺവേർഡ്സ് and tarsi is 3 segmented. Okay, the forewings are tilted at a distinct angle posterior to abdomen. forewings എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആംഗിളിൽ താഴോട്ട് അബ്ഡോമനിലേക്ക് ടിൽറ്റ് ചെയ്തിട്ടായിരിക്കും അവരുടെ റെസ്റ്റിംഗ് സ്റ്റേജിൽ വെക്കുന്നത്. ലൂപ്പ് വെയിൻസ് ആർ ഫൗണ്ട് ഇൻ ദി മെംബ്രെയിൻ. ലൂപ്പ് ലൈക്ക് വെയിൻസ്, ഇത് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ലൂപ്പ് ലൈക്ക് വെയിൻസ് നമുക്ക് അവരുടെ മെംബ്രെയിനിയസ് ആയിട്ടുള്ള വിങ്സിൽ കാണാനായിട്ട് പറ്റും. വിങ്സ് ആർ ടിൽറ്റഡ് ഡൗൺവേർഡ്സ് ഓൾറെഡി പറഞ്ഞു. The nymphs and adults feed on the plant juice and some species cause phytotoxemia due to the injection of the toxic saliva. അപ്പോൾ ഈ ഫാമിലി മിറിഡയുടെ ഫാമിലിയും ഒരു ഇമ്പോർട്ടൻറ്റ് പെസ്റ്റ് ഫാമിലിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരിലും നിംസും അഡൽട്സും പ്ലാന്റ് ജ്യൂസ് സക്ക് ചെയ്ത് കുടിക്കും. ആൻഡ് ദേ ഓൾ സം സ്പീഷീസ് അവർ എന്ത് ചെയ്യും, ടോക്സിക് ആയിട്ടുള്ള സലൈവ പ്ലാന്റിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിൽ ഫൈറ്റോടോക്സീമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനും
കോസ് ചെയ്യുന്നുണ്ട്. ഈ ടോക്സിക് സലൈവ അവർ പ്ലാന്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് പല രീതിയിലുള്ള വാർഡ്സ് ആയിട്ടും ക്യാങ്കേഴ്സ് ആയിട്ടും ഒക്കെ ആ പ്ലാന്റിൽ മാറും. അതായത് ഒരു ഔട്ട് ഗ്രോത്ത് ആയിട്ട് മാറും. അവസാനം അത് പ്ലാന്റിനെ അതിൻ്റെ ഗ്രോത്തിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ സിവിയർ കേസസിൽ മാറാറുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഈ മിറിഡേ ഫാമിലി അഫക്റ്റ് ചെയ്യുന്നത്. മിറിഡേ ഫാമിലിയിലുള്ള ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പെസ്റ്റാണ് ഹെലോപെൽറ്റിസ് ആൻറ്റോണി, വിച്ച് ഇസ് നോൺ ആസ് ദി ടീ മോസ്കിറ്റോ ബഗ്. നമ്മുടെ കാസർഗോഡ് ഉണ്ടായ എൻഡോസൾഫാൻ ദുരന്തത്തിന് കാരണമായത് ഈ പെസ്റ്റാണ്. ഓക്കെ, ഹെലോപെൽറ്റിസ് ആൻറ്റോണി. ഈ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഈ എൻഡോസൾഫാൻ സ്പ്രേ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ അത്രയും ദുരന്തമൊക്കെ ഉണ്ടായത്. അപ്പം ആ ദുരന്തത്തിന് കാരണക്കാരനായ പെസ്റ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇതാണ് ആള്, ഹെലോപെൽറ്റിസ് ആൻറ്റോണി. ഇറ്റ് ഈസ് ടീ മോസ്കിറ്റോ ബഗ് വിച്ച് ഇസ് ദ പെസ്റ്റ് ഓഫ് കാഷ്യൂ ആൻഡ് ഗുവാവ. ഓക്കെ, അപ്പം ഇത്രയുമാണ് ആദ്യത്തെ 5 ഫാമിലീസ് ഓഫ് സബ് ഓർഡർ ഹെറ്ററോപ്റ്റെറ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.